പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, അടിയന്തര സഹായവും നിരവധി അനുഗ്രഹവും ആവശ്യമുള്ളവർക്കായി ഇന്ന് പരിശുദ്ധ അമ്മയോട് അത്ഭുത പ്രാർത്ഥനയാണ് നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. പരിശുദ്ധ അമ്മേ, അഗാധമായ ആവശ്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഈ സമയത്ത് നിരവധി അനുഗ്രഹങ്ങളിൽ അമ്മയുടെ അടിയന്തര സഹായം തേടി ഞാൻ താഴ്മയോടും വിശ്വാസത്തോടും കൂടി അമ്മയിലേക്ക് തിരിയുന്നു. അമ്മ സ്നേഹവും കരുണയുമുള്ള അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കരം നീട്ടുവാൻ അമ്മ എപ്പോഴും തയ്യാറാകണമേ. പരിശുദ്ധാമ്മേ, ഈ സമയം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളിലും മറികടക്കാനാവാത്ത വെല്ലുവിളികൾ നേരിടുന്നവരിലും അമ്മയുടെ കൃപ ചൊരിയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തിയും പരിഹാരങ്ങൾ കണ്ടെത്തുവാനുള്ള വിവേകവും നൽകണമേ. അമ്മയുടെ സമാധാനവും ആശ്വാസവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധ മാതാവേ, പ്രതികൂല സാഹചര്യങ്ങളിലും പ്രത്യാശ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആശ്വാസവും പുനഃസ്ഥാപനവും അമ്മയുടെ ദൈവിക ശക്തി പ്രകടമാക്കുകയും ചെയ്യണമേ. പൂർണ്ണമായ രോഗശാന്തിയും അമ്മയുടെ ശക്തിയും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ കരുത്തുറ്റ കരങ്ങൾ നീട്ടുവാനും സഹായത്തിനായി കേഴുന്നവരുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാക്കുവാനും ഞാൻ അമ്മയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കണമേ. അവസരങ്ങൾ ഞങ്ങൾക്കായി കണ്ടെത്തി തരണമേ. പരിഹാരങ്ങൾ സ്വയം വെളിപ്പെടുത്തി തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹിതം പരമാധികാരവും പരിപൂർണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ ഇടപെടൽ തേടുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യപ്പെടണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കുവാനും അങ്ങയെ വിശ്വസിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഉത്തരങ്ങൾ ഉടനടി ലഭിക്കാത്തപ്പോൾ പോലും അങ്ങ് എല്ലാ അത്ഭുതങ്ങളുടെയും ദൈവമാണെന്നും ഞങ്ങൾ ചോദിക്കുന്നതിനോ ചിന്തിക്കുന്നതിനോ അപ്പുറം അവിടുത്തേക്ക് ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതിനും ഞങ്ങൾ അമ്മയ്ക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും ദാതാവെന്നും അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും ഞങ്ങൾക്കറിയാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ യോഗ്യമായ ജോലികളും ഉപജീവന മാർഗങ്ങളും നൽകി അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, കുടുംബപരവും ബന്ധപരവുമായ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഐക്യവും കുടുംബസ്നേഹവും ഞങ്ങളുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും അടിസ്ഥാനമാണെന്ന് ഞങ്ങൾക്കറിയാം. മുറിഞ്ഞുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സൗഖ്യവും അനുരഞ്ജനവും നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അങ്ങയുടെ സ്നേഹം പകർന്നു നൽകുവാനും ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു. സ്വർഗസ്ഥനായ പിതാവ്, അനീതിയും അടിച്ചമർത്തലും പീഡനവും അനുഭവിക്കുന്നവരുടെ മേൽ അങ്ങയുടെ സംരക്ഷണവും കരുതലും നീട്ടണമേ. അങ്ങ് വേദനിക്കുന്ന ഹൃദയങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ. ദൈവമേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നീതി പുലരട്ടെ. ഭൂമി മുഴുവൻ സമാധാനം വാഴട്ടെ. ഈ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ അങ്ങയുടെ നന്മയിലും ശക്തിയിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും അപേക്ഷകളും പരിശുദ്ധ അമ്മ വഴി അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങേ ഇഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ. അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ അങ്ങയുടെ ഉത്തരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏകാന്തത, ദുഃഖം, വേദന
എന്നിവയാൽ മല്ലിടുന്ന ഞങ്ങളെയും എല്ലാ ആളുകൾക്കും വേണ്ടി ഈ നിമിഷം വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ജീവിതം നഷ്ടപ്പെട്ടവരും നിരാശ അനുഭവിക്കുന്നവരുമായ എല്ലാവരെയും അമ്മയുടെ നിരുപാധ്യമായ സ്നേഹത്താൽ പൊതിഞ്ഞ് ആശ്വസിപ്പിക്കണമേ. അമ്മയുടെ സാന്നിധ്യത്തിലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ സാന്നിധ്യത്തിലും ഞങ്ങളെ സമീപിക്കാൻ കഴിയുന്ന മറ്റുള്ളവരുമായുള്ള കൂട്ടായ്മയിലും ഞങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഞങ്ങൾക്ക് ശക്തിയായി തുണയായി കൂടെയുണ്ടാകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കണമേ. അമ്മയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് അമ്മയുടെ പഠിപ്പിക്കലുകളിലും ഉദ്ദേശ്യങ്ങളിലും പിന്തുടരാനുള്ള വഴി പ്രകാശിപ്പിച്ചു തരണമേ. ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും അമ്മയുടെ സാന്നിധ്യവും ദിശയും ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. പരിശുദ്ധാമ്മി, സംഘർഷത്തിലും അക്രമത്തിലും ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സമാധാനം ഭിന്നതകളെ തരണം ചെയ്യുകയും കഠിന ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് അനുരഞ്ജന ധാരണയ്ക്കും പരസ്പര ബഹുമാനത്തിനും പ്രചോദനം നൽകട്ടെ. സമാധാനപരവും നീതിയുക്തവുമായ പരിഹാരങ്ങൾ തേടുന്നതിന് ഞങ്ങൾക്കും എല്ലാ നേതാക്കൾക്കും അധികാരികൾക്കും ജ്ഞാനം നൽകണമേ. ദൈവമേ, അങ്ങ് അസാധ്യമായ കാര്യങ്ങളുടെ ദൈവമാണെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ളവനാണെന്നും ഞങ്ങൾക്കറിയാം. അടിയന്തരമായ സഹായവും നിരവധി അനുഗ്രഹങ്ങളും ആവശ്യമുള്ള ഞങ്ങളിലും എല്ലാവരിലും തുടർന്ന് അങ്ങയുടെ കൃപ ചൊരിയണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ശക്തിയുള്ള കൈകൾ ആശ്വാസവും രോഗശാന്തിയും കരുതലും പുനഃസ്ഥാപനവും കൊണ്ടുവരട്ടെ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അമ്മയുടെ നന്മയിലും അമ്മയുടെ നിത്യസ്നേഹത്തിലും വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിച്ചതിനും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ സാഹചര്യങ്ങളിലും അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ. അമ്മയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അനന്തമായ കരുണയുള്ള ദൈവമേ, അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കുവാനുള്ള ജ്ഞാനവും വിവേചന ശക്തിയും നൽകുന്ന ഞങ്ങളുടെ കഴിവുകളെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു. അങ്ങയുടെ വചനത്തിൽ ആശ്വാസവും മാർഗനിർദ്ദേശവും കണ്ടെത്തുവാനും ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അനാഥർക്കും വിധവകൾക്കും വേണ്ടി, പ്രത്യേകിച്ച് അശരണർക്കു വേണ്ടി ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. ഭവനരഹിതർക്കും നീതിയിൽ കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി അമ്മയുടെ അനന്തമായ നന്മയിലും ദാസന്മാരിലൂടെ കാണിക്കുന്ന സ്നേഹത്തിനും സഹായവും പിന്തുണയും കണ്ടെത്തട്ടെ. അമ്മയുടെ സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ ആവശ്യമുള്ളവർക്ക് അമ്മയുടെ സഹായഹസ്തങ്ങൾ നീട്ടട്ടെ. പരിശുദ്ധാമ്മേ, ബന്ധങ്ങളിൽ സംഘർഷവും ഭിന്നതയും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ക്ഷമിക്കുവാനും അനുരഞ്ജനം തേടുവാനുമുള്ള സന്നദ്ധത നൽകണമേ. അങ്ങനെ കുടുംബവും സൗഹൃദവും ദൃഢമാകട്ടെ. പരിശുദ്ധ മാതാവേ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവസരങ്ങളുടെ തുറന്ന വാതിലുകൾ ഞങ്ങൾക്ക് തരണമേ. മാന്യമായ ജോലികൾ പ്രദാനം ചെയ്യണമേ. അമ്മയുടെ സമ്പത്തും ഔദാര്യവും അനുസരിച്ച് എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ. അനുദിന അപ്പത്തിന് ഒരു കുറവും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും യാചനകളും അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് അസാധ്യമായി സംഭവിപ്പിക്കുന്ന അമ്മയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ ഓരോ ജീവിതത്തിലും പ്രകടമാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചതിനും പരിശുദ്ധ മാതാവേ, ഞങ്ങൾ അമ്മയ്ക്ക് നന്ദി പറയുന്നു. കൃപാസനം പ്രസാദപര മാതാവേ,
ദുരിതത്തിന്റെയും വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും സമയങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങൾക്കിടയിലും ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകുന്ന അമ്മയുടെ സ്നേഹകരങ്ങൾ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗവും വേദനയും നേരിടുന്നവർക്ക് പരിശുദ്ധ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ പരിചരണം നൽകണമേ. അമ്മ സുഖപ്പെടുത്തുന്ന അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ദൈവിക ശക്തി എല്ലാ രോഗികളുടെ ശരീരത്തിലും ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപാസന പ്രസാദവര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തുവാനും അമ്മയിൽ നിന്നുള്ള സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, അഗാധമായ നഷ്ടവും ദുഃഖവും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കു വേണ്ടിയും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. വേദനയെ നേരിടുവാനുള്ള ശക്തിയും അമ്മയുടെ നിത്യസ്നേഹത്തിൽ ഞങ്ങൾ ആശ്വാസവും സമാധാനവും കണ്ടെത്തുമെന്ന പ്രതീക്ഷയും ഞങ്ങൾക്ക് നൽകണമേ. ഈ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ എല്ലാ വെല്ലുവിളികളും അടിയന്തര ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നതിനാൽ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ അമ്മയ്ക്ക് കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകണമെന്നും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ പൂർണ്ണത നിറവേറണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തിൽ ആവശ്യമായ അടിയന്തര സാഹചര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി അനന്തമായ സ്നേഹത്തിന്റെയും കരുണയുടെയും മാതാവേ, ഞങ്ങൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും കഴിവുള്ള സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഈ സമയം ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ വീടിനും സൗഹൃദപരമായ സ്നേഹവും പരസ്പര ധാരണയും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. വ്രണങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിടത്ത് ക്ഷമയും അനുരഞ്ജനവും നൽകണമേ. ഇത് കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ഓരോ കുടുംബാംഗത്തിനും അവരുടെ തീരുമാനങ്ങളിൽ വിവേകവും ഉൾക്കാഴ്ചയും നൽകി അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഉപജീവനത്തിനും തൊഴിൽ വളർച്ചയ്ക്കും അവസരത്തിനായി ജോലി അന്വേഷിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥനയിൽ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത് ആവശ്യമായ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. ഞങ്ങളുടെ തിരയിലുകളെ നയിക്കുകയും വരുവാനിരിക്കുന്ന ജോലികൾക്ക് ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധാമ്മേ, വൈകാരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഈ നിമിഷം അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. പീഡിത ഹൃദയങ്ങൾക്ക് അമ്മയുടെ ആശ്വാസം അയക്കണമേ. സമാധാനവും രോഗശാന്തിയും നൽകണമേ. ആരോഗ്യ വിദഗ്ധരിലൂടെയോ അവർക്ക് ആവശ്യമായ വൈകാരിക പിന്തുണ നൽകുവാൻ കഴിയുന്ന ആളുകളിലൂടെയോ അവർക്ക് ആവശ്യമായ പിന്തുണ കണ്ടെത്തുവാൻ അവരെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാമ്മേ, ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നേതാക്കളെയും ഭരണാധികാരികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും നീതിയും സമത്വവും നിലനിൽക്കട്ടെ. ദൈവമേ, അങ്ങയുടെ നന്മയിലും അങ്ങയുടെ കരങ്ങളുടെ ശക്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കുകയും അങ്ങയുടെ പൂർണ്ണമായ ഇഷ്ടത്തിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഞങ്ങൾക്ക് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് നൽകുന്ന ഉത്തരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദൈവമേ, അങ്ങയുടെ സമ്പത്തിനനുസരിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നൽകാൻ കഴിയുന്ന ദാതാവാണ് അങ്ങെന്ന് ഞങ്ങൾക്കറിയാം. ദൗർലഭ്യത്തിന്റെയും സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. മാന്യമായ ജോലികൾ നൽകട്ടെ. സ്ഥിരമായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും
മറ്റുള്ളവർക്ക് ഔദാര്യത്തിന്റെ ഉപകരണമാകുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ കരുതൽ ഉണ്ടാകട്ടെ. കർത്താവെ, ശാരീരികവും വൈകാരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവർക്കും ഈ നിമിഷം മാധ്യസ്ഥം വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അങ്ങയുടെ രോഗശാന്തിക്കരങ്ങൾ ഓരോരുത്തരുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ രോഗികളുടെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ. വേദന ഒഴിവാക്കുകയും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ശക്തിയും ധൈര്യവും നൽകണമേ. അങ്ങയിലുള്ള പ്രത്യാശയും വിശ്വാസവും ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനാവേളയിൽ പരിശുദ്ധാമ്മേ, വെല്ലുവിളികളും സംഘട്ടനങ്ങളും അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും ധാരണയും നിലനിർത്തണമേ. പാപമോചനവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ വീടുകൾ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും യഥാർത്ഥ അഭയസ്ഥാനങ്ങളാകട്ടെ. പരിശുദ്ധ മാതാവേ, അടിച്ചമർത്തൽ, അനീതിയുടെയും അക്രമത്തിന്റെ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരെ ഓർക്കുന്നു. അവരുടെ മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമേ. അവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ധൈര്യം നൽകുകയും അവർ ആഗ്രഹിക്കുന്ന വിമോചന സമാധാനം അവർക്ക് നൽകുകയും ചെയ്യണമേ. ലോകമെങ്ങും നീതി ജയിക്കട്ടെ. എല്ലാവരോടും മാന്യതയോടും ബഹുമാനത്തോടും കൂടി പെരുമാറുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഓരോ സാഹചര്യത്തിലും പ്രവർത്തിക്കുവാനുള്ള അമ്മയുടെ വിശ്വസ്തതയിലും ശക്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്ക് ചൊരിയപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങൾക്കും ഞങ്ങൾ മുൻകൂട്ടി നന്ദി പറയുന്നു. അമ്മയുടെ തികഞ്ഞ പദ്ധതികൾക്കനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ കൃപകൾ ചൊരിയണമേ. വെല്ലുവിളികൾ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ കൃപ തരണമേ. അടിയന്തര സഹായം ആവശ്യമുള്ള ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി സ്നേഹത്തിന്റെയും കൃപയുടെയും അമ്മി ഈ നിമിഷം മാധ്യസ്ഥം യാചിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ചെയ്യുന്ന അമ്മയാണ് അവിടുന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹാരങ്ങൾ കൊണ്ടുവരുന്നതിനും അസാധ്യമായ സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനും ശക്തമായ രീതിയിൽ ഇടപെടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മി, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അമ്മയുടെ സാന്ത്വനവും ആശ്വാസകരമായ സാന്നിധ്യവും ഞങ്ങളിലേക്ക് അയക്കണമേ. അതുവഴി അമ്മയുടെ സ്നേഹം ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കണമേ. മറ്റുള്ളവരിൽ സഹവർത്തിത്വവും പിന്തുണയും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുവഴി ഞങ്ങൾ സ്നേഹിക്കപ്പെടുകയും സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യട്ടെ. കൃപാസനം പ്രസാദപരമാതാവേ, അഭയാർത്ഥികളുടെയും ദരിദ്രരുടെയും മേൽ അമ്മയുടെ സംരക്ഷണകരം നീട്ടണമേ. അവർക്ക് ഭക്ഷണം, പാർപ്പിടം, പരിചരണം എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നീതിയും സമത്വവും ഉണ്ടാകട്ടെ. അനുകമ്പ ഞങ്ങളുടെ സമൂഹത്തിന്റെ മുഖമുദ്രയാകട്ടെ. പരിശുദ്ധ മാതാവേ, കുടുംബ വൈവാഹിക ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കുന്നു. വിഭജനവും വേദനയും ഉണ്ടായിടത്ത് രോഗശാന്തിയും പുനഃസ്ഥാപനവും ക്ഷമയും കൊണ്ടുവരണമേ. അനുരഞ്ജനത്തിനും സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അമ്മയുടെ ജ്ഞാനത്തിലും ശക്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമ്മയാണ് അവിടുന്ന്. അമ്മയുടെ വിശ്വസ്തതയ്ക്കും ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകിയതിനും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പരിശുദ്ധാമ്മി, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. അമ്മയിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി സൂചകമായി അമ്മയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.